നമസ്കാരം. $3.9 ബില്യൺ MQ-9B ഡ്രോണുകൾ ഏറ്റെടുക്കുന്നതിനുള്ള ഇന്ത്യ-US ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും അധികൃതർ MQ-9B ഡ്രോണുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് വിവരം. അന്തിമമായാൽ ഇടപാടിന്റെ മൂല്യം $3.9 ബില്യൺ ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 31 ഡ്രോണുകൾ ഏറ്റെടുക്കുന്ന ഈ നീക്കം സുപ്രധാനമാണ്. അതിൽ 15 നാവിക പങ്കുവഹിക്കും. MQ-9B ഡ്രോണുകൾ അവയുടെ വൈവിധ്യത്തിന് പേരുകേട്ടതാണ്. നിരീക്ഷണം, യുദ്ധദൗത്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. വിദൂരമായി പൈലറ്റ് ചെയ്ത ഈ വിമാനങ്ങൾക്ക് ദീർഘമായ സഹിഷ്ണുതയുണ്ട്. ഉയരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. എന്നിരുന്നാലും സാങ്കേതിക വിദ്യ പങ്കിടുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ കരാറിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഭാവിയിൽ തദ്ദേശീയ ഉൽപാദന ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് MQ-9B ഡ്രോണുകളുടെ പ്രാദേശിക നിർമ്മാണം വർദ്ധിപ്പിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. സേവനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രോണുകൾ ഇന്ത്യയിലെ 3 ആസൂത്രിത ഹബ്ബുകളിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടിലെ INS രാജാലി ഉൾപ്പെടെ ഈ നൂതന ഡ്രോണുകൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. MQ-9B പ്രെഡേറ്റർ ഡ്രോൺ ഒരു ആളില്ലാ ആകാശവാഹനമാണ്. MQ-9B സ്കൈ ഗാർഡിയൻ റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റത്തിന്റെ സമുദ്ര കേന്ദ്രീകൃത പതിപ്പാണ്. MQ-9B ഡ്രോണുകൾ പ്രെഡേറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഉപഗ്രഹം ഉപയോഗിച്ച് 40 മണിക്കൂറിലധികം പറക്കാൻ കഴിയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകളാണ് അവ. നേരത്തെ പറഞ്ഞതുപോലെ 31 MQ-9B പ്രെഡേറ്റർ ഡ്രോണുകളിൽ നാവികസേനയ്ക്ക് 15 സീ ഗാർഡിയൻ ഡ്രോണുകൾ ലഭിക്കും. അതേസമയം കരസേനയ്ക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്കും കരപ്പതിപ്പിന്റെ 8 വീതം ലഭിക്കും. 40,000 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. പരമാവധി 40 മണിക്കൂർ സഹിഷ്ണുതയോടെ ദീർഘകാല നിരീക്ഷണത്തിന് അവ വിശ്വസനീയമായ ഒരു ഇടം നൽകുന്നുണ്ട്. ഇത് സ്ട്രൈക്ക് മിസൈലുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ശത്രു ലക്ഷ്യങ്ങളെ ഉയർന്ന കൃത്യതയോടെ ഇടപഴകാനും ഇല്ലാതാക്കാനും അനുവദിക്കുന്നു. ഇതിന് 4 ഹെൽഫയർ മിസൈലുകളും 450 കിലോ ബോംബുകളും വഹിക്കാനാകും. കര സമുദ്ര നിരീക്ഷണം, അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, ഉപരിതല വിരുദ്ധ യുദ്ധം, ഇലക്ട്രോണിക് യുദ്ധം, പര്യവേഷണ ദൗത്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ റോളുകളിൽ ഈ സവിശേഷത അതിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡ്രോണുകൾ യാന്ത്രികമായി പറന്നുയരുന്നതിലും ലാൻഡിങ്ങിനും പ്രാപ്തമാണ്. പ്രവർത്തന വഴക്കം കൂടുതൽ നൽകും ഇത്. നിരീക്ഷണം, രഹസ്യാന്വേഷണ ശേഖരണം, വ്യോമാക്രമണം എന്നിവയ്ക്കാണ് അമേരിക്ക ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഡ്രോണുകൾക്കുള്ള ഇന്ത്യയുടെ ഒരു ആവശ്യം നോക്കുകയാണ് എങ്കിൽ ലഡാക്കിൽ ചൈനയുമായുള്ള ഏറ്റുമുട്ടലിന്റെയും പാകിസ്ഥാനുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ കര നാവിക അതിർത്തികളിൽ നിരീക്ഷണവും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് MQ-9B സായുധ ഡ്രോണുകൾ അത്യാവശ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് അന്തർവാഹിനികളുടെയും യുദ്ധക്കപ്പലുകളുടെയും വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെ ചെറുക്കുന്നതിനും ആശയവിനിമയത്തിന്റെയും വ്യാപാരത്തിന്റെയും സുപ്രധാന കടൽപാതകൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യക്ക് MQ-9B സായുധ ഡ്രോണുകൾ ഏറെ നിർണായകമാണ്. അതേപോലെ തന്നെ കശ്മീരിലെയും മറ്റു പ്രദേശങ്ങളിലെയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെയും കലാപവിരുദ്ധ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കാനും ഇന്ത്യക്ക് MQ-9B സായുധ ഡ്രോണുകൾ അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിലേക്ക് MQ-9B സായുധ ഡ്രോണുകൾ ഏറ്റെടുക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ MQ-9B സായുധ ഡ്രോണുകൾ സ്വന്തമാക്കുന്നത് ഇന്ത്യക്ക് അതിന്റെ എതിരാളികൾക്ക് മേൽ തന്ത്രപരമായ മുൻതൂക്കം നൽകും. കാരണം ആളുള്ള വിമാനത്തെയോ പൈലറ്റുമാരെയോ അപകടപ്പെടുത്താതെ ദീർഘദൂര നിരീക്ഷണവും കൃത്യമായ സ്ട്രൈക്കുകളും നടത്താൻ ഇവയ്ക്ക് സാധിക്കും. അതേപോലെ തന്നെ MQ-9B സായുധ ഡ്രോണുകൾ ഏറ്റെടുക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയായി ഉയർന്നു വന്ന US-ഉമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തും, വർദ്ധിപ്പിക്കും. US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയ്ക്കൊപ്പം ജനാധിപത്യത്തിന്റെ ക്വാഡ് ഗ്രൂപ്പിംഗിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്താനും ഈ കരാർ സഹായിക്കും. MQ-9B സായുധ ഡ്രോണുകൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിനും അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കും. കാരണം മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ സാങ്കേതിക കൈമാറ്റവും സംയുക്ത ഉൽപാദനവും ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും MQ-9B ഡ്രോണുകൾ ഇന്ത്യക്ക് നിർണായകമാണ്. ഇന്ത്യ അമേരിക്ക കൂട്ടുകെട്ടിന്റെ ഒരു പ്രധാന ഏട് തന്നെയായിരിക്കും ഈ ഡ്രോണുകൾ. ഇരുവരും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ, കൂടുതൽ വ്യാപിക്കുന്നതിന്റെ ഒരു പ്രധാന പോയിന്റായി തന്നെ നമുക്ക് ഈ ഒരു കരാറിനെ കാണാനും സാധിക്കും.